KPCC രാഷ്ട്രീയകാര്യ സമിതി ഈ മാസം 27-ന് പുതിയ KPCC അധ്യക്ഷൻ വന്ന ശേഷമുള്ള ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ്. പുനഃസംഘടനാ ചർച്ചകൾ പ്രധാന വിഷയമാകും. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, പ്രധാനപ്പെട്ട യോഗമാണ് ചേരാനിരിക്കുന്നത്. കൂടാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗം എന്ന തരത്തിൽ കൂടി ഇതിന് പ്രാധാന്യമുണ്ടല്ലോ. തീർച്ചയായും KPCCയിലേക്ക് പുതിയ അധ്യക്ഷനായി സണ്ണി ജോസഫ് എത്തിയതിനു ശേഷമുള്ള ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗം എന്ന നിലയിൽ തന്നെയാണ് ആ യോഗത്തിന്റെ പ്രസക്തി. അതിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാവുക പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഒരു സമ്പൂർണ്ണ പുനഃസംഘടന സംസ്ഥാനത്തെ കോൺഗ്രസിൽ വേണോ, അത് വേണ്ട, ചില ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയോ, DCCയിലും സമാനമായി എന്ത് വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ്. കേരളത്തിലെ KPCCയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയകാര്യ സമിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോറം. അതുകൊണ്ട് തന്നെ അതിലെ ചർച്ചയാകും തുടർന്നുള്ള KPCCയുടെ പ്രവർത്തനങ്ങളിലും പുനഃസംഘടനയിലും നിർണായകമാകും. അത് സംബന്ധിച്ച ദീർഘമായ ചർച്ചകൾ 27-ന് ചേരുന്ന യോഗത്തിലുണ്ടാവും. ഒപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന യോഗം എന്ന നിലയിൽ കൂടി അതിന് പ്രാധാന്യമുണ്ട്. അതിന്റെ ഫലം എന്തു തന്നെയായാലും അതിന് ഇഴകീറിയുള്ള പരിശോധന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടാകും. ഒപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നാടകങ്ങളൊക്കെ അവിടെ ചർച്ചയാവും. PV അൻവറിന്റെ ഭാവി സംബന്ധിച്ച് ചർച്ച ഈ യോഗത്തിൽ ചർച്ചയുണ്ടാവും. ഒപ്പം തന്നെ അവിടുത്തെ യുവ നേതാക്കളുടെ ചില ഇടപെടലുകൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ ചില വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയാവും. അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവും. ഒപ്പം ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാടും ഈ രാഷ്ട്രീയകാര്യ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നാവും. ശശി തരൂരിനെ നിലയ്ക്ക് നിർത്തണമെന്നൊരു ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് ശശി തരൂരിന്റെ വഴിക്ക് തന്നെ വിട്ടേക്കൂ എന്നുള്ളതാണ്. കാരണം മറുപടി പറയുന്നതിനനുസരിച്ച് വീണ്ടും പ്രസ്താവനകൾ നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഗൗനിക്കാതെ വിടുക എന്നുള്ളതാണ് ഒരു നേതാക്കളുടെ അഭിപ്രായം. അക്കാര്യത്തിലും ഇത് വീണ്ടും ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണോ എന്നുള്ള കാര്യം രാഷ്ട്രീയകാര്യ സമിതിയിലാകും തീരുമാനിക്കുക. അങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുന്ന യോഗമാകും. ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസിൽ പുനഃസംഘടന അതിവേഗം നടക്കുമെന്ന സൂചനകളുമുണ്ട്. അനുജ.